ചങ്ങായിമാരൊന്ന് പുതിയ ഷൂ ഇട്ടിട്ട് നമ്മൾ പണിക്കിറങ്ങിക്കാണ് കേട്ടോ. കണ്ടില്ല പുതിയ ഷൂ. അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് ഇനി വന്നോടത്ത് തന്നെ പോകണം. നമ്മൾ താമസിക്കുന്ന അവിടുത്തെ ക്യാമറ ഓൺലൈൻ ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന്റെ ചെറിയ പണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പണിയൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ ഓക്കാക്കി ഇരിക്കുമ്പോഴാണ് നമ്മൾ വിളി വരുന്നത്. മെഷീനുകൾ വരുന്നുണ്ട് കണ്ടെയ്നറിൽ. അതിനാളില്ലായപ്പോൾ നമ്മളും കൂടി ഒന്ന് കൂടി കൊടുത്തിട്ടാ. അപ്പോൾ ഇതിന് വേർക്കാൻ തുടങ്ങിട്ടോ. ഫോർക്ക് ലിഫ്റ്റ് ഇല്ലാത്തത് ആൾക്കാരെ കൊണ്ട് ഇറക്കാൻ പറ്റുമെന്നുള്ളത് പിന്നീട് മനസ്സിലായത്. അങ്ങനെ പിന്നെ രാത്രി 3 മണിയായപ്പോൾ റൂമൊക്കെ തന്നെ പോയി. രാവിലെ 6 മണിയായപ്പോൾ പിന്നെ നീച്ചിട്ട് ഒരു ബണ്ണ് പള്ളലാക്കി. 3 മണിക്കൊന്ന് കിടന്ന് പിന്നെ 6 മണിക്ക് പണിക്ക് നീച്ചുകൊണ്ട് ഒക്കെ കോയി ഉറങ്ങി തൂങ്ങണ മാർക്ക് കഴിക്കണം കേട്ടോ. ഓരൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ എന്താ കാട്ടണേ. അവിടുത്തെ പിന്നെ ഇൻസ്പെലിന്റെ ഒക്കെ ചായ സാൻഡ്വിച്ചും കിട്ടി. ഈ കാണാണ്ട് നമ്മളെ കണ്ടെയ്നറേ ഇതിലാണ് ഇനിയിപ്പോൾ മൊത്തം സാധനം ഉള്ളത്. ഇത് മൊത്തം ഇറക്കണല്ലോ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഫോർക്ക് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ. ആ സാധനം വന്നപ്പോഴാണ് മനസ്സിലായത് JCB കൊണ്ട് മണ്ണ് മാന്തലല്ല ഇങ്ങനെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. മൂപ്പര് പണി വല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് അവിടെ. സാധനങ്ങളൊക്കെ കണ്ടെയ്നറിന്ന് റൂമിന്റെ അടുത്ത് വെച്ചിരിക്കണം. ഇനി ബാക്കിയുള്ള നമ്മളെ പണിയാണ്. അപ്പോൾ ഇതിന് മറ്റാൾ വന്നിരുന്നു. ആര് ആ നിൽക്കണം ആ ചങ്ങായി തന്നെ നോക്കി. അതെ നീയാണോ? അതെ ഞാനാണ്. അങ്ങനെ നിസ്പലിനോട് പിന്നെ ഞാൻ പറഞ്ഞു ജ്യൂസ് ഇല്ലാതെ മുന്നോട്ട് പോകില്ലാന്ന്. അപ്പോൾ നിസ്പൽ അവിടെ ഓലെ പേടിപ്പിച്ചിട്ടുണ്ട്. കണ്ടിട്ട് നമ്മൾ പേടിച്ചില്ല എന്നുള്ള ഓനക്കറിയാം. ചൂടിന്റെ ഒക്കെ കൂടിയപ്പോ കുറച്ചേരം AC പോയിരുന്നാണിത്. മെഷീനൊക്കെ സെറ്റ് ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊറിയാത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട് നമ്മള്. ഓന് വന്ന കടയിൽ ഇവിടെ ചുറ്റി കാണാണ്. ഇതിൽ അറബിക്ക് പൈസ വയ്ക്കും. ഓന് മലയാളത്തിൽ ചെയ്തു തരും. ഓൻ പോൾക്ക് അറിയില്ലല്ലോ. അവിടുത്തെ പണി കഴിഞ്ഞ് റൂമിലെത്തിട്ടോ. ഇനി ഫുഡ് വാങ്ങാൻ പോവാണ്ട്. അനസിന് എന്താ ഫുഡ് വേണ്ടി ചോദിച്ചാൽ പോയപ്പോൾ ഓന് ബെഡായി അടിച്ചിട്ട് അങ്ങനെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ വാങ്ങി നമ്മള്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്നലത്തെ ഉറക്കം കാണാൻ വിട്ടാ. ശരി എന്നാ ഞാൻ ഉറങ്ങട്ടെ. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ.